ക്രിസ്തുവിൽ പ്രിയരെ, ആണ്ടുവട്ടം 20-ാം ഞായർ. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 58 വരെയുള്ള ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു, വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമുണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, ദൈവികമായ ആധികാരികതയിലുറച്ച വിശ്വാസം കൊണ്ട് മാത്രമേ ഗ്രഹിക്കുവാൻ കഴിയൂ. ഇന്നത്തെ തിരുവചനം ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ 2-ാം ഭാഗമാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ കൗദാശികമായ ശരീരരക്തങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്നീ പ്രയോഗങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഭക്ഷിക്കുക എന്ന പദം 7 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പാനം ചെയ്യുക എന്ന പദം 4 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. മാംസം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്നീ പദങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നതിൽ നിന്നു തന്നെ ഇത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ജീവൻ്റെ അപ്പമായി സ്വയം അവതരിപ്പിക്കുന്ന യേശു ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രത്യുത്തരം തന്നിൽ വിശ്വസിക്കുക എന്നതിനേക്കാൾ തന്നെ ഭക്ഷിക്കുക എന്നാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. പരിശുദ്ധ കുർബാനയുടെ കൂദാശ ശുശ്രൂഷയാണ് യേശു ഇവിടെ പ്രതിപാദിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ കൗദാശിക ശരീരത്തെയാണ് വ്യക്തമാക്കുന്നത്. ഉദ്ധിതനായ ക്രിസ്തുവാണ് പരിശുദ്ധ കുർബാനയിൽ സജീവനായി സന്നിഹിതനായിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ അന്ത്യത്താഴവേളയിൽ അപ്പം എടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്നും ഇതെൻ്റെ രക്തമാകുന്നു എന്നുമുള്ള കൂദാശ വചസ്സുകൾ പറയുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാനിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുക, എന്നെ ഭക്ഷിക്കുക എന്നീ പദപ്രയോഗങ്ങൾ യേശുവിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഇത് നിശ്ചലമായ സാന്നിധ്യമല്ല, മറിച്ച് ബലിപരമായ സാന്നിധ്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ശരീരവും രക്തവും എന്ന് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത്. മാംസവും രക്തവും എന്ന ശൈലി 12 പ്രാവശ്യം വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 7 പ്രാവശ്യവും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാംസവും രക്തവും എന്ന പ്രയോഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മനുഷ്യപ്രകൃതിയെയും രക്ഷാകര മരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യ വ്യക്തിയുടെ മാംസം ഭക്ഷിക്കുക എന്നത് പഴയ നിയമത്തിൻ്റെ വീക്ഷണത്തിൽ അസ്വീകാര്യമായ പ്രവൃത്തിയാണ്. മാംസം ഭക്ഷിക്കുന്നത് പിശാചാണ്. രക്തം കുടിക്കുന്നതിന് നിയമഗ്രന്ഥങ്ങൾ ശക്തമായി മുടക്കിയിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകം 3:17 രക്തവും മാംസവും ഭക്ഷിച്ചുകൂടാ എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള നിയമമായിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ശൈലി, മാംസം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്ന ശൈലി വിശുദ്ധ യോഹന്നാൻ ഉപയോഗിക്കുവാൻ കാരണം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആദിമസഭയിൽ നിലനിന്നിരുന്ന ദിവ്യകാരുണ്യ സ്വീകരണ ശൈലിയാണ് ക്രിസ്തുവിൻ്റെ മാംസരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്നത്. ഈ ശൈലി കൂദാശ സ്വീകരണ അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവശാസ്ത്രജ്ഞനായ C.K. ബാരറ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ കുർബാനയിലെ വിശുദ്ധ ഭോജ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മാംസം ഭക്ഷിക്കുക എന്നതിനോട് ചേർന്ന് രക്തം പാനം ചെയ്യുക എന്നുകൂടി പരാമർശിക്കുന്നതിലൂടെ വിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യ അപ്പവും ദിവ്യകാരുണ്യ വീഞ്ഞുമല്ലാതെ മറ്റൊന്നും വിശുദ്ധ യോഹന്നാൻ അർത്ഥമാക്കുന്നില്ല. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് റോമാക്കാർക്കുള്ള ലേഖനത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ സ്വർഗീയ അപ്പം, അതായത് ജീവൻ്റെ അപ്പം ആഗ്രഹിക്കുന്നു. അത് ദൈവപുത്രനായ യേശുവിൻ്റെ മാംസമാണ്. ഞാൻ അവിടുത്തെ രക്തം പാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് അക്ഷയമായ ജീവൻ എനിക്ക് നൽകും എന്നും രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ തൻ്റെ ഗ്രന്ഥമായ അപ്പോളജിയിൽ എഴുതുന്നു. നമ്മുടെ രക്ഷകനായ ക്രിസ്തു തൻ്റെ മാംസവും രക്തവും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകി. നാം ആശീർവദിക്കുന്ന അപ്പവും വീഞ്ഞും അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ മാംസവും രക്തവുമായി മാറുന്നു. അവ നമ്മുടെ ആത്മാക്കളെ പോഷിപ്പിക്കുന്നു.
സഭാപിതാക്കന്മാർ മാംസം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്ന പ്രയോഗങ്ങൾ വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാനുള്ള ആഹ്വാനമായിട്ടാണ് വ്യക്തമാക്കി തരുന്നത്. മനുഷ്യപുത്രൻ്റെ മാംസമാണ് ഭക്ഷിക്കേണ്ടത്, മനുഷ്യപുത്രൻ്റെ രക്തമാണ് പാനം ചെയ്യേണ്ടത്. മനുഷ്യപുത്രൻ എന്ന പ്രയോഗം 13 പ്രാവശ്യം വിശുദ്ധ യോഹന്നാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സ്വർഗത്തിലേക്ക് കയറുകയും ചെയ്യുന്നവനാണ്. വിശുദ്ധ കുർബാന മനുഷ്യപുത്രനായ യേശുവിൻ്റെ ഉദ്ധിതനും മഹത്വീകൃതനുമായ ക്രിസ്തുവിൻ്റെ മാംസവും രക്തവുമാണ്. വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ മാംസരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ: ഒന്നാമതായി നിത്യജീവൻ പ്രാപിക്കും, രണ്ടാമതായി അന്തിമ ദിനത്തിൽ ഉയർപ്പിക്കും, മൂന്നാമതായി പരസ്പരമുള്ള അന്തർനിവാസം എന്നിവയാണ്. ക്രിസ്തു സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. അവിടുന്ന് തൻ്റെ ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്നു. വിശുദ്ധിയോടും ഒരുക്കത്തോടും വിശ്വാസത്തോടും വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ക്രിസ്തുവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.